എന്താ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, മമ്മ പോയിട്ട് വാ. അതെന്താ നീ വരാത്തെ? അല്ല, ഇത് ആരൊക്കെയാ ഇത്? മെസ്സി, ആരൊക്കെയായി വന്നേക്കുന്നെന്ന് നോക്കിയേ നീ. ആ വാ വാ, അകത്തേക്കിരിക്കാം. ലൂയിസിനിപ്പോ എങ്ങനെയുണ്ട്? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോകുന്നു. സർജറി കഴിയാതെ സത്യത്തിൽ ഞങ്ങൾക്കൊരു സമാധാനവും ഇല്ല മേഴ്സി. ഒരു സമാധാനക്കേടിന്റെയും കാര്യമില്ല, എല്ലാം നല്ലതുപോലെ തന്നെ നടക്കും. അല്ല, സാമോൻ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? അകത്തേക്ക് വാ മോനെ. അങ്കിൾ അത് സാം വാ. ഷേ, ഇനി അവളുടെ മുമ്പിൽ വരില്ലെന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ടിപ്പോ അവൾ ഇവിടെ കാണല്ലേ ദൈവമേ. വാ ഇരിക്ക്, ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തേലും എടുത്തിട്ട് വരാം. അല്ല, ഏഞ്ചൽ മോൾ ഇവിടെ കണ്ടില്ലല്ലോ. അവൾ ഇവിടെ ഉണ്ടാവല്ലേ? മോളൊന്ന് പുറത്തു പോയേക്കുവാ. 1-2 മെഡിസിൻസ് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ വേറെയും കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും കൂടെ ഓടാൻ അവളല്ലേ ഉള്ളൂ ഇവിടെ. ഞാൻ ഷെറിനെ വിളിച്ചിരുന്നു. ലൂയിസിന്റെ സർജറിക്ക് ഒരു വിധത്തിലുള്ള പ്രോബ്ലംസ് ഇല്ലാന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അഡ്മിറ്റ് ആവേണ്ട ഡേറ്റ് ഒക്കെ നിങ്ങളെ അവൻ അറിയിച്ചോളാന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയാ ഇതിനൊക്കെ നിങ്ങളോട് നന്ദി പറയേണ്ടത്? എന്താ ലൂയിസ് ഇത്? ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യവും ഇല്ല ഇവിടെ. ഇനി ഇത് കുടിച്ചിട്ടാവാം ബാക്കി സംസാരമൊക്കെ. ആ പിന്നെ ഈ തിങ്കളാഴ്ച മുതല് ഏഞ്ചൽ മോൾക്ക് എയർലൈൻ ജോബ് സ്റ്റാർട്ട് ചെയ്യാന്ന് അറിയിച്ചായിരുന്നു. അതുകൂടി പറയാൻ വേണ്ടിട്ടാ ഞങ്ങള് വന്നേ. അതെയോ? അതെന്തായാലും നന്നായി. ആവോ എന്റെ മോള്, അതിനൊരു സമാധാനവും ഇല്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ അനുഭവിക്കാവുന്നതിന്റെ പരമാവധിയാ എന്റെ കുഞ്ഞ് അനുഭവിക്കുന്നത്. ഇനി എന്നാണാവോ അതിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നത്. ഏഞ്ചൽ മോള് നല്ലൊരു മോളല്ലേ? അവളെ മകളായി കിട്ടിയ നിങ്ങളല്ലേ ഭാഗ്യം ചെയ്തത്. അവളെ ദൈവം ഒരിക്കലും കൈവിടില്ല. ആ മോളുടെ ജീവിതത്തില് ഇനി സന്തോഷം ഉണ്ടാവാനായിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. പപ്പാ, ആ മോള് വന്നോ? ഏഞ്ചൽ മോളെ, മോൾക്ക് സുഖമല്ലേ? സുഖായിരിക്കുന്നു ആന്റി. ആന്റി വന്നിട്ട് ഒത്തിരി നേരായോ? ഏയ് ഇല്ല, ഒരു 10 മിനിറ്റ് ആയി കാണും. മോളെ, നിനക്ക് അടുത്ത തിങ്കളാഴ്ച മുതല് നിന്റെ ജോലിക്ക് പോയി തുടങ്ങാമെന്ന്. അതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുവാ ഇവര്. ആന്റി നിങ്ങളിരിക്കേ, ഞാനിപ്പോ വരാം. മോള് ചെല്ലേ. അയ്യോ, ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. മോനെ, നീ ഇടക്കൊക്കെ എന്നെ കാണാൻ വരുമല്ലോ അല്ലേ? വരാം അങ്കിൾ. ലൂയിച്ചിന് സാമോനെന്ന് വെച്ചാ ഭയങ്കര കാര്യവാ. രണ്ടുപേരും കൂടി മിണ്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ കാണാൻ നല്ല രസവാ. അല്ല, ഏഞ്ചൽ മോൾ എവിടെ? ഞാൻ വിളിക്കാം അവളെ. ലീന മോളെ, മോളെ. ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാം. ലൂയിച്ച, അയ്യോ ഇതെന്താ പറ്റിയേ? മോളെ, മോളെ. അങ്കിൾ, അങ്കിൾ. പപ്പ, പപ്പ, അമ്മ, പപ്പയ്ക്ക് എന്താ പറ്റിയേ? ആന്റി, ഇറ്റ് വാസ് എ മൈനർ അറ്റാക്ക്. ഡോക്ടർ, എന്റെ പപ്പ. ഏയ്, പേടിക്കേണ്ട കാര്യമൊന്നും ഇനിയില്ല. റൈറ്റ് ടൈമിൽ ഇവിടെ എത്തിച്ചുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായില്ല. എന്തായാലും കുറച്ചു കഴിയുമ്പോൾ ആൾക്ക് ബോധം വീഴും. അപ്പോൾ നിങ്ങൾക്ക് കയറി കാണാം. ആന്റി, എനിക്ക് റൗണ്ട്സിനുള്ള ടൈമായി. ഞാൻ ഇനി അത് കഴിഞ്ഞ് വരാം. ശരി മോനെ. ഡാ നിൽക്ക്, ഞാനും വരുന്നു. നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ വാ. മോളെ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഇരുന്നിട്ട് എന്തിനാ? ചെന്ന് ആഹാരം കഴിക്കരണ്ടാളും. എനിക്കിപ്പോ ഒന്നും വേണ്ട ആന്റി. നീ കഴിക്കാതെ ഇരുന്ന ടെസിയും ഇതേ ഇരിപ്പ് തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കും.
ദൈവം സഹായിച്ച് ലൂയിസിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് കഴിക്കേ. മമ്മ, ഇത് ഇവർക്കുള്ള ഫുഡാണ്. മോളെ ചെല്ല്, ഇവിടെ ഞാൻ ഇവനും ഉണ്ടല്ലോ ഇപ്പോ. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. അമ്മ വാ. ഇന്ന് അയാൾ ഇല്ലായിരുന്നെങ്കിൽ എന്റെ പപ്പ അയാളോട് ഒരു താങ്ക്സ് പോലും പറയാതിരുന്നത് മോശായോ? അയാൾ എന്ത് വിചാരിച്ചു കാണും? അല്ല, അയാൾ എന്ത് വിചാരിച്ചാലും എനിക്കെന്താ? ഞാൻ എന്തിനാ ഇപ്പൊ അതൊക്കെ ഓർക്കുന്നേ? അയാള് എന്റെ മുഖത്തൊന്നും നോക്കി പോലും ചെയ്യാണ്ടാണല്ലോ പോയെ. ഇതിനു മുൻപൊന്നും അങ്ങനെ അല്ലായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ ഇതെന്താ പറ്റിയേ? ഹലോ, ആനന്ദാ ഇവിടെ നിന്ന് പിച്ചിമ്പയും പറയുന്നേ? ഓ, നത്തിങ് ഡോക്ടർ. ഡോക്ടർ, പപ്പയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹീസ് ഓക്കെ നൗ. ശരിക്കും ഇവിടെ എത്തിക്കാൻ പറ്റിയതുകൊണ്ടാ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാതിരുന്നേ. സാം ആണല്ലോ. ഹലോ സാം. ഡാ, അങ്കിളിനിപ്പോ എങ്ങനെയുണ്ടടാ? ഓ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലടാ. ആളിപ്പോ നല്ല ഉറക്കത്തില. ആന്റിയോ? അവിടെ അകത്ത് പേഷ്യന്റിന്റെ കൂടെ ഇരിപ്പുണ്ട്. എന്തേലും ഉണ്ടേല് നീ എന്നെ വിളിച്ചേക്കണം. ഓക്കേടാ, ഞാൻ നിന്നെ വിളിച്ചോളാം. അവൻ അങ്കിളിനിപ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വിളിച്ചതാ. ഡോക്ടറിന്റെ ഡ്യൂട്ടി ടൈം കഴിയാറായില്ലേ? ഇല്ലടോ, ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി കൂടി ഉണ്ട്. അല്ല, താൻ ചെന്ന് കിടക്കുന്നില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഡോക്ടർ. അത് ശരി. എന്നാ പിന്നെ എനിക്ക് ഞാൻ 2 സ്ലീപ്പിംഗ് പിൽസ് തന്നാലോ? ആ, പിന്നെ മേ ബി പറഞ്ഞ ഡേറ്റിന് മുൻപ് തന്നെ എന്റെ പപ്പയുടെ സർജറി നടന്നേക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമ്പോ ഞാൻ തന്നോട് പറയാം. ഓക്കെ ഡോക്ടർ, ഞാനെന്നാ ചെന്ന് കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. ജെസ്സി, എങ്ങനെയുണ്ടിപ്പോ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പൊ. ആ ആന്റി. ഏഞ്ചൽ മോളെ, സർജറി നാളത്തേക്ക് മാറ്റിയ കാര്യം ഷെറിൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ആന്റി ഒറ്റയ്ക്കാണോ വന്നേ? ആ മോളെ, അവനും ഞാനും കൂടിയാ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയേ. ഇവിടെ എത്തിയപ്പോ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് അവൻ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞു പോയി. ആന്റി വാ. ലീനെ, റേച്ചലെ. ആ, ഡാനി സാറും ഉണ്ടായിരുന്നോ? ആ ആന്റി, നിങ്ങളിത് UK-ന്ന് എപ്പ എത്തി? ഇന്നലെ ഈവനിങ് എത്തി ആന്റി. അവിടെ എല്ലാവരും സുഖമായിരിക്കുന്നോടാ? ആ ആന്റി, എല്ലാവരും സുഖമായിരിക്കുന്നു. ആ പിന്നെ പറയാൻ വിട്ടു, ഞങ്ങളുടെ കൂടെ റിയയും വന്നിട്ടുണ്ട് നാട്ടിലോട്ട്. ആഹാ, എന്നിട്ട് അവൾ എവിടെ സ്റ്റേ ചെയ്തു? അവളുടെ പപ്പയുടെ അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ ഇവിടെ, അവൾ അവിടെയാ സ്റ്റേ ഒക്കെ. ആന്റി, അല്ല, ഇതാരാ ഇത്? റിയ മോളോ? ഓ, നീ ഇവളെ കൂട്ടാൻ വേണ്ടി പോയതായിരുന്നോടാ? ആമമ്മ. ആന്റി, ഞാൻ ഇവനെ കുറച്ചു നേരം വാടകയ്ക്ക് എടുക്കുവാട്ടോ. ഇവനെ ഇനി ഇന്നത്തേക്ക് ഒന്നിനും വിളിച്ചേക്കരുത് ആന്റി.
വാടാ. അമ്മ ഞാനെന്നാ ചെല്ലട്ടെ. നിങ്ങൾ പോയിട്ട് വാ. ലീനെ, നിനക്ക് സുഖമല്ലേടാ? നമ്മുടെ എൽസിയെ കണ്ടായിരുന്നോ നീ? ഇല്ലടാ, അവളുടെ അമ്മയുടെ വീട്ടിൽ പോയി കുറച്ചു ദിവസം നിൽക്കുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ആണോ? അല്ല, നീ ഇനി എന്നാ ജോബില് റീജോയിൻ ചെയ്യുന്നേ? ഈ മൺഡേ ആടാ. പക്ഷേ പപ്പയുടെ സർജറി നാളെയല്ലേ. പപ്പ ഒന്നും ഓക്കെ ആവാതെ എങ്ങനെയാടാ ഞാൻ? അതൊക്കെ എല്ലാം ഓക്കെ ആയിക്കോളും. നീ അതോർത്ത് ടെൻഷൻ ഒന്നും ആവണ്ട. അല്ല, നിനക്ക് സുഖല്ലേ? എന്തു പറയുന്നു നിന്റെ ഡാനിച്ചൻ? എന്ത് പറയാനാ, ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല. എല്ലാം നന്നായി പോകുന്നു. അത് നിന്നെ കാണുമ്പോഴേ അറിയാം. ഒന്ന് പോടി. അല്ല റേച്ചലെ, അതാരായിരുന്നു സാംസാറിന്റെ കൂടെ വന്ന ആ പെൺകുട്ടി? ഓ, അതോ? അത് റിയ. സാമിന്റെയും ഡാനിയുടെയും ഒക്കെ ഫാമിലി ഫ്രണ്ടാ. അവര് വർഷങ്ങളായിട്ട് UK-യിൽ സെറ്റിൽഡ് ആടാ. ഇവിടുന്ന് ഇവരൊക്കെ UK-യിൽ ചെല്ലുമ്പോ ഈ റിയയുടെ വീട്ടിലാ ഒരുമിച്ച് കൂടുന്നതൊക്കെ. കണ്ടിട്ട് നമ്മുടെ ഏജാണെന്ന് തോന്നുന്നല്ലോ. നമ്മളേലും 2 വയസ്സിന് ഇളയതാ. പക്ഷേ ആള് ഭയങ്കര ഓവറാടി. സഹിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. ആഹാ, എന്നാ ഇന്ന് ആ സാധനത്തിന്റെ കയ്യിന്ന് ആ കുട്ടിക്ക് എന്തേലും കാര്യമായിട്ട് കിട്ടും. അങ്ങേരുടെ ആ മൊരട്ട സ്വഭാവത്തിന് ആ കുട്ടിയെ അയാൾ ഇന്ന് ഒരു വഴിക്കാക്കും. ഏയ്, റിയയ്ക്ക് സാമെന്ന് വെച്ചാ ഭയങ്കര കാര്യമാടി. ഞങ്ങൾ അവിടെ ചെന്ന അന്ന് മുതല് അവൾക്ക് ഞങ്ങളോട് സാമിനെ പറ്റി മാത്രമേ പറയാനും ചോദിക്കാനും ഒക്കെ ഉള്ളൂ. സാമിനെ തിരിച്ച് റിയയോട് വലിയ കാര്യവാ. അതുകൊണ്ടല്ലേ ഇപ്പൊ അവള് കൂടെ ചെല്ലാൻ പറഞ്ഞപ്പോ മറുത്തൊന്നും പറയാണ്ട് അവളുടെ കൂടെ പുള്ളി പോയത്. അല്ല നീനെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ മേഴ്സി ആന്റിക്ക് എന്താടി നിന്നോട് ഇത്ര സ്നേഹം? അവര് സ്വന്തം ആൾക്കാരെന്ന പോലെ അല്ലേ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതൊക്കെ? എന്താടി, ഇനി അവരുടെ മനസ്സില് വേറെ എന്തെങ്കിലും പ്ലാൻ കണ്ടുവച്ചിട്ടായിരിക്കുവോ? വേറെ പ്ലാനോ? എന്ത് പ്ലാൻ? അല്ല, അവർക്കിനി നിന്നെ അവരുടെ മരുമോളാക്കാൻ വല്ല പ്ലാനും ഉണ്ടോന്നാ ഞാൻ ചോദിച്ചേ. റേച്ചലെ, മിണ്ടാതിരുന്നു അവിടെ. ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കുന്നു. ആ, നിങ്ങൾ വന്നോ? രണ്ടും കൂടി ഇതുവരെ എവിടെ കറങ്ങുമായിരുന്നു? ഞങ്ങൾ ചുമ്മാ എവിടേക്കോ കറങ്ങിയിരിക്കുവായിരുന്നു ആന്റി. എനിവേ, ഇറ്റ് വാസ് റിയലി ഫൺ. ഇവളുടെ ആ വട്ട് സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല മമ്മ. എന്നെ ഇട്ട് ചുറ്റിക്കുമായിരുന്നു ഇവൾ ഇത്രയും നേരം. ആന്റി, ആ, എന്താ മോളെ? ഷെറിൻ ഡോക്ടർ വിളിക്കുന്നുണ്ട്. എന്തോ കാര്യം പറയാനാണെന്ന് പറഞ്ഞു. ആ മോളെ, ഞാൻ ചെല്ലാം. നിങ്ങൾ ഇവിടെ ഇരിക്കേ. ഞാനൊന്ന് ഷെറിനെ ചെന്ന് കണ്ടിട്ട് വന്നിട്ടൊക്കെ നമുക്ക് ഒരുമിച്ച് പോവാം. ആ മമ്മ. സാമേട്ടാ, ഇതാരാ? ഇത് ഇത് ഏഞ്ചലീന. ഈ കുട്ടിയുടെ അച്ഛനാ വയ്യാതെ ഇരിക്കുന്നത്. ഓ, ഹായ്, ഐ ആം റിയ. ഏഞ്ചലീന. ഇപ്പോ എങ്ങനെയുണ്ട് ഫാദറിന്? നാളെ ഒരു സർജറി ഉണ്ട്. അത് കഴിഞ്ഞാ പോവാം. റിയ, നിനക്കെന്തേലും കഴിക്കണോ ഇപ്പോ? ഏയ് വേണ്ട സാമേട്ടാ, നമ്മൾ ഇന്ന് ഓൾറെഡി കുറെ കഴിച്ചില്ലേ. അല്ല, റേച്ചൽ ചേച്ചി എന്ത് ദാനിയേട്ടാ? റേച്ചൽ അവിടെ റൂമിലുണ്ട്. പേഷ്യന്റിന്റെ കൂടെ ഒരാളെയല്ലേ നിർത്തും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു റൂം സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. സാമേട്ടാ, ഞാൻ എന്നാ ചെന്ന് റേച്ചൽ ചേച്ചിയുടെ അടുത്തിരിക്കട്ടെ കുറച്ചു നേരം. ചേച്ചി വരുന്നോ കൂടെ? ഇല്ല, ഞാൻ ഇവിടെ നിന്നാലേ മെഡിസിൻസ് ഒക്കെ പോയി മേടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ദെൻ. നിങ്ങൾ രണ്ടുപേരും വരുന്നുണ്ടോ? വാ. എന്താ സാമേ, നീ വരുന്നില്ലേ? എനിക്ക് ഒരു കോൾ ചെയ്യാനുണ്ടടാ. അത് കഴിഞ്ഞ് ഞാൻ വന്നേക്കാം. ഡാനിയേട്ടാ, ബാ.
അങ്കിളിന് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. നാളെ എപ്പോഴാ സർജറി പറഞ്ഞേക്കുന്നത്? ഈവനിങ്. ഉം. ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടാണോ? അല്ലാതെ ഇവിടെ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ. അല്ല, താൻ എന്നോടൊന്നും മിണ്ടാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? താങ്ക് യു. എന്തിന്? നിങ്ങളൊന്ന് എന്റെ പപ്പയെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ പപ്പയെ ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കിട്ടില്ലായിരുന്നു. അന്ന് അങ്ങനെ ചെയ്തതിനാ ഞാനിപ്പോ താങ്ക്സ് പറഞ്ഞത്. അതിന് താൻ താങ്ക്സ് ഒന്നും പറയേണ്ട കാര്യമില്ല. തന്റെ പപ്പയുടെ സ്ഥാനത്ത് വേറെ ഒരാളായിരുന്നാലും ഞാൻ അത് തന്നെ ചെയ്തേനെ. ഉം. ഏഞ്ചലീന, എന്താ? അത് പറയുന്നത് കൊണ്ട് തനിക്കൊന്നും തോന്നരുത്. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ തന്റെ ജോബ് റെഡിയാക്കി എടുത്തത്. എന്നോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാ താൻ ആ ജോബിന് പോവാൻ തയ്യാറാവാത്തതെന്ന് എനിക്കറിയാം. പ്ലീസ്, ഇതെന്റെ റിക്വസ്റ്റ് ആണ്. താൻ ആ ജോബിന് തിരികെ കയറണം. എന്നോടുള്ള ദേഷ്യമൊന്നും താൻ മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ജോലിയിൽ താൻ റീജോയിൻ ചെയ്യണം. പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എന്നെ ആ ജോലിയിൽ നിന്നും പറഞ്ഞു വിടാൻ ഇയാൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി എനിക്ക് ആ ജോബ് റെഡിയാക്കി തന്നെ? അത് പിന്നെ ഞാൻ വേണ്ട, പറഞ്ഞ ബുദ്ധിമുട്ടണ്ട. ഞാൻ മൺഡേ റീജോയിൻ ചെയ്തോളാം. ഓക്കെ, അത് മതി. എല്ലാം റെഡിയാണ്. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞ് സർജറിയുടെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങും. എന്റെ ലൂയിച്ചിന് കുഴപ്പമൊന്നും വരില്ലല്ലോ അല്ലേ? എന്താ അമ്മ ഇത്? എന്തിനാ ഇങ്ങനെ കരയുന്നേ? പപ്പയ്ക്ക് ഒന്നും വരില്ല, ഞാനല്ലേ പറയുന്നേ. അല്ല, നിങ്ങളെ ഉള്ളോ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട്? എന്താ ഡോക്ടർ? അല്ല, മെഡിസിൻസ് വാങ്ങാനും ക്യാഷ് പേ ചെയ്യാനും ഒക്കെ ആയിട്ട് ഓടാനപ്പോ താനേ ഉള്ളോ? ഡാ, സാം, ആന്റി വന്നില്ലേടാ? മമ്മ പുറകെ വരുന്നുണ്ട്. അങ്കിളിന് എന്തായി? സർജറിക്കായിട്ട് കുറച്ചു കഴിയുമ്പോൾ തിയേറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷെറിൻ, ആ ആന്റി, നിങ്ങൾ ഇപ്പൊ വന്നത് നന്നായി. ഞാൻ ഏഞ്ചലീനയോട് ചോദിക്കുമായിരുന്നു വേറെ ആരും കൂടെ ഇല്ലേന്ന്. എന്തായാലും ഞാൻ ചെന്ന് ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ശരിയാക്കട്ടെ. ശരി മോനെ. അമ്മ, എന്താ അമ്മ ഇത്? എന്തിനാ ഇങ്ങനെ കരയുന്നേ? പപ്പയ്ക്ക് ഒന്നും വരില്ല, ഞാനല്ലേ പറയുന്നേ. മെസ്സി, എന്താ ഇത്? മോൾക്ക് ധൈര്യം കൊടുത്ത് നിർത്തേണ്ട ആളാണോ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ആന്റി, കരയാതിരിക്കെ. ഡോക്ടർ, എന്റെ പപ്പ. സർജറി കഴിഞ്ഞു. ഇനി പേഷ്യന്റിന് ബോധം വരാൻ 48 ഹവേഴ്സ് കഴിയും. സോ അതുവരെ വി ഹാവ് ടു ഒബ്സർവ് ഹിസ് കണ്ടീഷൻ. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് നിങ്ങളെ അറിയിക്കാം. ആ പിന്നെ പേഷ്യന്റിന്റെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾ അത്യാവശ്യമായി ഇപ്പൊ തന്നെ ഒന്ന് ഏൽപ്പിക്കണം. അർജന്റ് ആണ് കേട്ടോ. ഈ ഹോസ്പിറ്റലിന്റെ ഓരോ പ്രൊസീജിയേഴ്സ് ആണ് അതൊക്കെ. സോ പെട്ടെന്ന് തന്നെ അത് അവിടെ ഏൽപ്പിക്കണം.
യെസ് ഡോക്ടർ. അമ്മ, പപ്പയുടെ ഏതേലും ID പ്രൂഫ് എടുത്തായിരുന്നോ അമ്മ? ഇല്ല മോളെ, അതൊക്കെ നമ്മുടെ വീട്ടിലല്ലേ. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അത് എടുത്തിട്ട് വരാം. ആന്റി, ഞാൻ പെട്ടെന്ന് വരാം. അതുവരെ ആന്റിക്കൊന്ന് അമ്മയുടെ കൂടെ ഇവിടെ ഇരിക്കാവോ? എന്ത് ചോദ്യമാ ഏഞ്ചൽ മോളെ ഈ ചോദിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഒരു കാര്യം ചെയ്യാം. സാമേ, നീ ഒന്ന് മോളെയും കൂട്ടി അവളുടെ വീട്ടിൽ ചെന്നത് എടുത്തോണ്ട് വാ. ശരി മമ്മ. ചെല്ലു മോളെ. അങ്ങോട്ട് കയറി എന്തേലും ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അവളിപ്പോ ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുവായിരിക്കും. വെറുതെ ഞാനായിട്ട് ഓരോന്നും പറഞ്ഞ് എന്തിനാ അവളെ കൂടുതൽ ഡിസ്റ്റർബ് ആക്കുന്നത്? നീ എന്തൊരു ദുഷ്ടനാടാ സാമേ. നിനക്ക് എങ്ങനെയാടാ ഇവളെ അങ്ങനെ ദ്രോഹിക്കാനൊക്കെ തോന്നിയത്? എന്റെ ദൈവമേ, കൺട്രോള് തരണേ. എന്താ എന്താ നോക്കുന്നേന്ന്? ആര്? വേറെ ആരാ? നിങ്ങള് തന്നെ. കുറെ നേരം ആയല്ലോ എന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഓ അതോ, അത് ഞാൻ തന്നെയില്ലടോ, ഈ മിററിൽ നോക്കിയതാ. ഞാൻ ചെന്ന് അതെടുത്തിട്ട് വരാം. ഇവൾക്കിപ്പോ എന്നോട് എന്തൊക്കെയോ ഒരു സോഫ്റ്റ് കോർണർ വന്നിട്ടുണ്ടോന്ന് ഒരു ഡൗട്ട്. അല്ലായിരുന്നെങ്കിൽ എന്റെ കൂടെ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ആള്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് ഇനി ഞാൻ അതിൽ പിടിച്ചു കയറും. പോവാം. പോവാം. അമ്മ, ഞാൻ എന്നാ ഇറങ്ങുവാണേ. ആ മോളെ, സൂക്ഷിച്ചൊക്കെ പോണേടി. മോളെ, അവിടെ എത്തിയിട്ട് വിളിക്കണേ നീ. വിളിക്കാം. പപ്പ, മെഡിസിൻസ് ഒക്കെ കൃത്യമായി കഴിച്ചോണം കേട്ടല്ലോ. വെറുതെ അമ്മയെ ബുദ്ധിമുട്ടിപ്പിച്ചേക്കരുത്. അങ്ങനെ എന്തേലും ഞാൻ അറിഞ്ഞ അപ്പൊ തിരിച്ചിങ്ങോട്ട് പോരും ഞാൻ, കേട്ടല്ലോ? ഓ, കേട്ടു സാറേ. ലീനെ, റേച്ചലെ, ഇതാരായി വന്നേക്കുന്നേന്ന് നോക്കിയേ നീ. വെൽക്കം ബാക്ക് മൈ ഗേൾ. താങ്ക് യു. അങ്കിളിനിപ്പോ എങ്ങനെയുണ്ടടാ? ഒരു കുഴപ്പവും ഇല്ലടാ, സുഖായിരിക്കുന്നു. ഓ, ഇനിയിപ്പോ നിനക്ക് കുറച്ച് സമാധാനിക്കാലോ. ആ, നീ വന്ന കാര്യം ഞാൻ ചെന്ന് ഇൻഫോം ചെയ്യട്ടെ. നീ വന്നോ എന്ന് ചോദിച്ച് നിൽക്കുമായിരുന്നു സാംസാർ. എത്ര തവണയാ വിളിച്ച് തിരക്കിയെന്നറിയോ? ഞാൻ ലേറ്റ് ആയിട്ടാണോ വന്നതെന്ന് അറിയാമല്ലതും ആവും. എങ്കിലല്ലേ അയാൾക്കിനി അതും പറഞ്ഞെന്നെ വഴക്കിടാൻ പറ്റൂ. ഏയ്, അതിനു വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സാറിപ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു.
അതെന്തിനാ സാർ ഇങ്ങോട്ട് വരുന്നേ? ആ എനിക്കറിയില്ല. ഏഞ്ചലീന, ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അങ്കിൾ ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെയാണ് സർ. എക്സ്ക്യൂസ് മീ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് ഇങ്ങോട്ട് വരാവോ? എനിക്ക് തന്നോട് മാത്രമായി ഒരു കാര്യം പറയാനായിരുന്നു. എന്താ സർ? എടോ, താൻ ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ മറക്കണം. ഇതൊരു ന്യൂ ബിഗിനിങ് ആയി കണ്ടാൽ മതി താൻ. ഇനി എന്റെ ഭാഗത്തുനിന്ന് തനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പു തരുന്നു. ആൻഡ് ഫീൽ ഫ്രീ ടു വർക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി താൻ എന്നോടോ ഡാനിയോടോ പറഞ്ഞാൽ മതി. ഓക്കെ? താൻ അങ്ങോട്ട് പൊക്കോ. ഈ അഭിനയം ഇനി എന്തിനാണാവോ? ഡേ, എന്താടി ഞങ്ങളാരും കേൾക്കാണ്ട് പുള്ളിക്ക് നിന്നോട് മാത്രമായി പറയാനുള്ളത്? സംതിങ് ഫിഷി അല്ലേ റേച്ചലേ? ഒന്ന് പോടി. രണ്ടും കൂടി ഇനി തുടങ്ങിക്കോളും ഓരോന്നും പറഞ്ഞ്. ഓ, ഞങ്ങളൊന്നും പറയുന്നില്ലേ? അല്ല, ആരൊക്കെയായി വരുന്നേ? വാ വാ ചോദിച്ചാ, ഇത് ആരൊക്കെയായി വരുന്നേന്ന് നോക്കിയേ. ലൂയിസ് കിടക്കുമായിരിക്കും അല്ലേ? ഉറക്കത്തിലാണെങ്കി വിളിക്കണ്ട കേട്ടോ. ഏയ് അല്ല. അല്ല, സാമോൻ വന്നില്ലേ? ഇല്ല അങ്കിൾ, അവൻ വന്നില്ല. അല്ല, ഏഞ്ചൽ മോൾ എവിടെ? അവള് ദേ ഇപ്പോ പുറത്തേക്ക് പോയേ ഉള്ളൂ. അവളിന്ന് ഇവിടെ ഉണ്ടാവുമെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. അത് മോളെ, അവളൊന്ന് ഷെറിൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയതാ. ഷെറിനെയോ? അതെന്ത് പറ്റി? ലൂയിച്ചന്റെ സർജറിയുടെ എന്തോ കാര്യത്തെ പറ്റി പറയാനാണെന്നാ ഡോക്ടർ പറഞ്ഞത്. സർജറി കഴിഞ്ഞെങ്കിലും അതിന്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. എല്ലാത്തിനും കൂടി ഓടാൻ ആ പാവമല്ലേ ഉള്ളൂ. ഇനി എന്നാ ചെക്കപ്പ് ഉള്ളത്? ഇനി ഈ മാസം അവസാനം ഒരു ചെക്കപ്പ് കൂടെ ഉണ്ട്. അതുകൂടി കഴിഞ്ഞ പിന്നെ പോണ്ട. സത്യത്തിൽ ലീനയ്ക്ക് ഇപ്പഴാ ഒന്ന് മനസ്സമാധാനമായത്. ലൂയിസേ, സത്യത്തിൽ ഞങ്ങള് വന്നത് നിങ്ങളോടൊരു അത്യാവശ്യ കാര്യം പറയാനാ. അത് സത്യത്തിൽ നിങ്ങളോട് ഇതെങ്ങനെ പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയും അത് പറയാൻ വൈകിച്ച അതും ശരിയാവില്ല. എന്താ മേഴ്സി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തായാലും നിങ്ങൾക്കത് ധൈര്യമായി ഞങ്ങളോട് പറയാലോ. അത് ഏഞ്ചൽ മോളുടെ കാര്യവാ. മോളുടെ കാര്യമോ? എന്താ, അവൾക്ക് എന്താ പറ്റിയേ? അയ്യോ, മോൾക്കൊന്നും പറ്റിയതല്ല. അത് നിങ്ങളുടെ മോളെ എനിക്ക് തരാവോ? എന്റെ മോളായിട്ട്. ഞാൻ എന്റെ സ്വന്തം മോളായി നോക്കിക്കോളാം അവളെ. മേഴ്സി, നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ആന്റി, മേഴ്സി ആന്റി പറഞ്ഞു വരുന്നത് ഏഞ്ചലീനയും സാമുമായിട്ടുള്ള കല്യാണക്കാര്യത്തെ പറ്റിയാ. കല്യാണക്കാര്യമോ? എന്തൊക്കെയാ മേഴ്സി പറയുന്നത്? നിങ്ങളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഞങ്ങൾക്കില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചു പോയാ അത് ഞങ്ങളുടെ അഹങ്കാരമായി പോകും. നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ മോളെ മാത്രമാണ്. വേറെ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഏഞ്ചൽ മോള് എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വരുന്നതിലും വലിയ സന്തോഷം ഞങ്ങൾക്ക് വേറെ ഇല്ല. ആന്റി, എനിക്കും ഇതൊരു നല്ല പ്രപ്പോസൽ ആയിട്ടാ തോന്നുന്നത്. നമ്മുടെ ലീനയ്ക്ക് ഇനിയെങ്കിലും സന്തോഷമുള്ളൊരു ജീവിതം വേണ്ടേ? റേച്ചൽ മോളെ, ഞങ്ങൾക്കറിയാം ഇത് നടക്കുവാണെങ്കിൽ അത് ഞങ്ങളുടെ മോളുടെ ഭാഗ്യമാണെന്ന്. പക്ഷെ മോളെ, നിനക്കറിയാലോ അവളെ. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതേ അവൾക്ക് ദേഷ്യവാ. ആന്റി, അങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഏഞ്ചലീന അവളുടെ ലൈഫിൽ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കും അറിയാം. അതൊക്കെ കൊണ്ടാവും ദൈവം ഇപ്പോ ഇങ്ങനൊരു ഭാഗ്യം വെച്ച് നീട്ടുന്നത്.
എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവൻ മാത്രമേ ഉള്ളൂ. ഏഞ്ചൽ മോളെ ആദ്യം ഞാൻ കണ്ട മുതലേ എനിക്ക് ആ മോളോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. എന്റെ മോന്റെ ഭാര്യയുടെ സ്ഥാനത്ത് ആ കുട്ടിയെ ഞാൻ കണ്ടുപോയി. ഞാൻ മാത്രമല്ല കേട്ടോ, ഇപ്പോ അവനും. അതെ ആന്റി, സാമിനും ഏഞ്ചലിനെ ഒത്തിരി ഇഷ്ടമാ. അവനെ എന്നെ പോലെ അറിയാവുന്ന വേറെ ആരും ഉണ്ടാവില്ല. ഒത്തിരി പെൺകുട്ടികള് അവനെ ഇഷ്ടമാണെന്നും പറഞ്ഞു വന്നിട്ടുള്ളതല്ലാതെ അവൻ ഇതുവരെ ഒരു പെൺകുട്ടികളും ഒരു തരത്തിലുള്ള ഇഷ്ടം തോന്നിയിട്ടില്ല. അവൻ ആദ്യമായി ഇഷ്ടപ്പെട്ടതും കല്യാണം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ ഏഞ്ചലിനെ മാത്രമാണ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഒരുപക്ഷെ അവൻ ഇനി വേറൊരു കല്യാണത്തിന് സമ്മതിച്ചെന്ന് വരില്ല. എന്റെ മോൻ അത്രയ്ക്ക് ഇഷ്ടമായി ഏഞ്ചൽ മോളെ. ഞങ്ങൾക്ക് ഇതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ മോളോട് കൂടി ഒന്ന് ചോദിക്കാണ്ട് ഞങ്ങൾ എങ്ങനെയാ ഒരു തീരുമാനം പറയുന്നത്? അയ്യോ, മോളോട് ചോദിച്ചിട്ടൊക്കെ നിങ്ങളൊരു തീരുമാനത്തിൽ എത്തിയാൽ മതി. അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം. അവള് സമ്മതിക്കും എന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നേ. എന്താ ഡോക്ടർ അത്യാവശ്യമായി എന്നെ കാണണമെന്ന് പറഞ്ഞത്? പപ്പയുടെ കാര്യത്തിൽ ഏയ്, അതിനൊന്നും അല്ലടോ. എന്റെ പപ്പയുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആണിപ്പോ. ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത് വേറെ ഒരു അത്യാവശ്യ കാര്യം പറയാനാ. എന്താ ഡോക്ടർ പറഞ്ഞോളൂ. ഏഞ്ചലീന, എനിക്കറിയില്ല ഇതെങ്ങനെയാ തന്നോട് പറയേണ്ടതെന്ന്. ഡോക്ടർ എന്തായാലും പറഞ്ഞോളൂ. ആക്ച്വലി ഐ എം നോട്ട് കംഫർട്ടബിൾ ടു സേ ദിസ്, ബട്ട് ഇത് പറയാതെ ഇരിക്കാനും എനിക്ക് പറ്റുന്നില്ല. നമ്മൾ തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുള്ളതല്ലാതെ വി ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഈച്ച് അതർ. താൻ എന്നെ ഒരു ഡോക്ടർ എന്ന രീതിയിലാണ് എപ്പോഴും കണ്ടിട്ടുള്ളതെന്നും എനിക്കറിയാം. ബട്ട് താൻ അറിയാതെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓരോ തവണ തന്നെ ഞാൻ കാണുമ്പോഴും ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദിസ്. എനിക്ക് വേറെ ആരോടും ഇതുവരെ തോന്നാത്തൊരിഷ്ടം, ഒരടുപ്പം, അതൊക്കെ തന്നോട് തോന്നിയിരുന്നു. തന്റെ സംസാരവും ചിരിയും ഒക്കെ ഞാൻ താൻ പോലും അറിയാതെ എൻജോയ് ചെയ്യുമായിരുന്നു. ഡോക്ടർ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഏഞ്ചലീന, ഐ തിങ്ക് ഐ ആം ഇൻ ലവ് വിത്ത് യു. ഇപ്പൊ താൻ എനിക്കൊരു മറുപടിയും തരണ്ട. ടേക്ക് യുവർ ഓൺ ടൈം, ബട്ട് റിമെമ്പർ വൺ തിങ്. എന്റെ ആൻസർ നോ എന്നാണെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി തന്നെ. ഡോക്ടർ, ഒരു യെസോ നോ ഒന്നും പറയാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല എന്റേത്. എനിക്ക് എന്റേതായ കുറെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്റെ പപ്പയും അമ്മയുമാണ് എന്റെ മോസ്റ്റ് പ്രയോറിറ്റീസ്. എനിക്ക് അവരുടെ ലൈഫാണ് ഇമ്പോർട്ടന്റ് എന്ന് കരുതി ഞാനൊരിക്കലും ഒരു വിവാഹം ചെയ്യില്ല എന്നല്ല. ഞാൻ അതിനൊക്കെ ഒന്ന് മെന്റലി പ്രിപ്പയർഡ് ആവുന്നത് വരെ എനിക്ക് അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഒന്നും ചിന്തിക്കാനേ പറ്റില്ല. ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ തന്നോട് പറഞ്ഞല്ലോ, ടേക്ക് യുവർ ഓൺ ടൈം. ഞാൻ എത്ര കാലം വരെ വേണമെങ്കിലും വെയിറ്റ് ചെയ്തോളാം. ബട്ട് എന്റെ ആൻസർ യെസ് എന്ന് കേൾക്കാൻ മാത്രമാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ, ഞാൻ എടോ, നല്ലതുപോലെ ആലോചിക്ക്, എന്നിട്ടൊരു ഉത്തരം പറഞ്ഞാ മതി. അതുവരെ തന്നെ ഞാൻ ശല്യപ്പെടുത്തില്ല. ഐ ഹോപ്പ് യു വിൽ ടേക്ക് എ ബെറ്റർ ഡിസിഷൻ ആസ് സൂൺ ആസ് പോസിബിൾ. ബൈ. മോളെ ഇതുവരെ കണ്ടില്ലല്ലോ. വരാൻ ലേറ്റ് ആകുമായിരിക്കും. ഞങ്ങളൊന്ന് ഇറങ്ങിക്കോട്ടെ. ആ ദേ മോള് വന്നല്ലോ. ഇത് ആരൊക്കെയായി വന്നേക്കുന്നതെന്ന് നോക്കിയ മോളെ. ആന്റി, റേച്ചലെ നീയും ഉണ്ടായിരുന്നോ? ഹലോ ഡാനി സർ. ഹായ്. ഷെറിൻ എന്തിനെ വിളിപ്പിച്ചതായിരുന്നു മോളെ? അത് ആന്റി, പപ്പയുടെ സർജറിയുടെ റിപ്പോർട്ടിന്റെ കാര്യത്തിന് എന്തോ ക്ലാരിഫിക്കേഷൻ ആയിട്ട് വിളിപ്പിച്ചതാ. എന്തായാലും മോളെ കണ്ടല്ലോ. ഞങ്ങൾ എന്നാ ഇനി ഇറങ്ങിയേക്കുവാ. മോളെ, ഞങ്ങൾ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിനാ. കാര്യം എന്താന്നൊക്കെ ഞാൻ ലൂയിസിനോടും ഡെസിയോടും പറഞ്ഞിട്ടുണ്ട്. അവർക്കതിന് സമ്മതമാണ്. ഇനി മോളുടെ തീരുമാനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത്. നല്ല പോലെ ആലോചിച്ചിട്ട് മോളൊരു തീരുമാനത്തിലെത്തണം.
അപ്പോ ആന്റിയൊക്കെ ചെല്ലട്ടെ. ഡാ, ആന്റിക്കും അങ്കിളിനും നീ ഇത് സമ്മതിക്കുമെന്ന് തന്നെയാ വിശ്വാസം. കാര്യം എന്താണെന്ന് നീ അറിഞ്ഞു കഴിയുമ്പോ പെട്ടെന്ന് തന്നെ നോ എന്നൊരു മറുപടി പറയരുത്. നീ നല്ല പോലെ ആലോചിച്ചിട്ട് വേണം നീ ഒരു തീരുമാനത്തിലെത്താൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എസ് പറഞ്ഞ് കേൾക്കാൻ ആഗ്രഹം. എന്താടാ കാര്യം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ നിനക്ക് ആന്റിയും അങ്കിളും പറഞ്ഞു തരും. ഞാൻ നിന്നെ വിളിക്കാം. ചെല്ലട്ടെ. ശരി എന്നാ. ഏഞ്ചൽ മോളെ, മോള് നല്ലൊരു തീരുമാനം തന്നെ എടുക്കുമെന്ന് ആന്റി വിശ്വസിക്കുവാണ്. കേട്ടല്ലോ? അവള് നമ്മളെ സങ്കടപ്പെടുത്തില്ല എന്ന് തന്നെയാ ഞങ്ങള് വിശ്വസിക്കുന്നത്. ശരിയപ്പോ. അമ്മ, ഇത് എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മോളെ, നീ ആദ്യം ഇവിടെ ഒന്ന് വന്നിരിക്കേ. ഞങ്ങൾ എന്താ കാര്യം എന്നൊക്കെ നിന്നോട് വിശദമായി പറയാം. നീ എന്തിനാടി അതിനിങ്ങനെ ടെൻഷൻ ആകുന്നത്? നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള കാര്യമായത്. എന്താ കാര്യമെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? എന്തിനാ അവരൊക്കെ ഇപ്പൊ വന്നേ? മോളെ, അവര് നിന്നെ ഏറ്റെടുക്കാൻ വന്നതാ, അവരുടെ സ്വന്തം മോളായിട്ട്. ഏറ്റെടുക്കാൻ വന്നതോ? എന്തൊക്കെയാ മമ്മ ഈ പപ്പ പറയുന്നേ? എടി മണ്ടി, സാമുനുമായിട്ടുള്ള നിന്റെ കല്യാണക്കാര്യം പറയാനാ അവരിവിടെ വന്നത്. അമ്മ ഇത് എന്താ ഈ പറയുന്നേ? എന്റെ കല്യാണമോ? അതും അയാളുമായിട്ടോ? നീ ആദ്യം ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്. അവർക്ക് എന്റെ മോളെ ഒത്തിരി കാര്യമാ. ഈ പപ്പയ്ക്ക് ഉറപ്പുണ്ട് അവര് നിന്നെ പൊന്നു പോലെ നോക്കുമെന്ന്. നിന്റെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ട് ദൈവമായിട്ടാ ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ കൊണ്ടുവന്നത്. അതുമല്ല മോളെ, അവര് നമുക്ക് ചെയ്തു തന്ന സഹായമൊക്കെ മോൾക്കും അറിയാവുന്നതല്ലേ. നിന്റെ പപ്പ ഇന്ന് ഇവിടെ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് പോലും അവര് കാരണവാ. അതൊന്നും നമ്മൾ മറക്കരുത് മോളെ. നല്ലൊരു പയ്യനാ സാമോൻ. എനിക്ക് അവനെ ഒത്തിരി ഇഷ്ടമാ. എന്റെ മോളെ ആ മോൻ പൊന്നുപോലെ നോക്കിക്കോളും. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണുന്നതിലും വലുതായി ഞങ്ങൾക്ക് ഒന്നുമില്ല മോളെ. അതുകൊണ്ട് എന്റെ മോൾ ഇതിന് സമ്മതിക്കണം. പപ്പ, നിങ്ങൾ ആരും എന്താ എന്നെ പറ്റി ചിന്തിക്കാത്തെ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങളോടൊക്കെ എനിക്ക് ഇപ്പോഴൊന്നും ഒരു കല്യാണം വേണ്ടാന്ന്. എന്താ എന്നെ ആരും മനസ്സിലാക്കാത്തെ? പിന്നെ നീ ഇങ്ങനെ എത്ര കാലം നിൽക്കാനാ പോകുന്നേ? ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ. ഞങ്ങള് ജീവനോടെ ഇരിക്കുമ്പോ തന്നെ നിനക്ക് നല്ലൊരു കുടുംബം ഉണ്ടായി കാണണമെന്ന് ഏതൊരു മാതാപിതാക്കളെയും പോലെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. പപ്പ ഇതുവരെ എന്റെ മോളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പൊ പപ്പ പറയുക, എന്റെ മോൾ ഈ കല്യാണത്തിന് സമ്മതിക്കണം. നിന്റെ ഒരാളുടെ മാത്രം സമ്മതം കിട്ടാൻ വേണ്ടിയാ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. നീ പറ്റില്ല എന്ന് പറഞ്ഞാ അത് ഞങ്ങളെ എല്ലാവരെയും തളർത്തി കളയും മോളെ. പപ്പയ്ക്ക് ജീവനോടെ ഇരിക്കുമ്പോ തന്നെ എന്റെ മോള് നല്ലൊരു ജീവിതത്തിലേക്ക് പോകുന്നത് കാണണം. പപ്പയ്ക്ക് ഇനി ആകെയുള്ള ഒരു ആഗ്രഹം അത് മാത്രമാ. അതെന്റെ മോള് സാധിച്ചു തരണം. നിനക്ക് ഞങ്ങളെ എല്ലാവരെയും വിഷമിപ്പിക്കാനാണ് താല്പര്യമെങ്കിൽ നീ ഈ കല്യാണത്തിന് സമ്മതിക്കണ്ട. പക്ഷേ നിന്റെ പപ്പയ്ക്കും എനിക്കും ചിലപ്പോൾ അതിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. നീ നല്ലതുപോലെ ഇരുന്ന് ആലോചിക്ക്. ലൂയിച്ച, വാ, കുറച്ചു നേരം ചെന്ന് കിടക്ക്. എന്താടി റേച്ചല ഇതൊക്കെ? നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ? എന്നിട്ടാണോ അയാളുമായിട്ടുള്ള അലയൻസിന് നീയും കൂട്ടി നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്? ലീനെ, നീ കരുതുന്ന പോലെയൊന്നുമല്ല. സാമിന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. അത് ശരിക്കുള്ള ഇഷ്ടമാണെന്ന് മനസ്സിലായതുകൊണ്ടാ ഞാനും ഈ ബന്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ലടാ, ആ ആന്റി ഒരു പാവവാ. അവർക്ക് നീയെന്ന് വെച്ചാ ഭയങ്കര കാര്യവാ. ഈ മാരേജ് നടക്കുവാണെങ്കിൽ അതും നിന്റെ ഭാഗ്യവാടാ. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. നീയും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആലോചിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ഞാൻ അതേക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല റേച്ചലെ. അതുമാത്രമല്ല, നിനക്കറിയാലോ, എനിക്ക് അയാളെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാടാ ഞാൻ എന്റെ ഭർത്താവായി കാണുന്നത്? അതൊക്കെ നിന്റെ തോന്നല് മാത്രമല്ലീനെ. ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോ നിനക്കെല്ലാം മനസ്സിലാവും. നീ പോലും അറിയാതെ നീ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്തോളും. ഒരു കാര്യം നീ ഓർക്കണം, നിന്റെ പപ്പയും അമ്മയും മറ്റാരേക്കാളും ഇത് കേട്ട് സന്തോഷിച്ചിരിക്കുക. പപ്പയുടെ കാര്യം നിനക്കും അറിയാലോ.
മനസ്സിന് സങ്കടം ഉണ്ടാവുന്ന എന്തേലും കാര്യം ഉണ്ടായാ പിന്നീട് സംഭവിക്കുന്ന എന്താന്ന് ഡോക്ടർ പറഞ്ഞത് നിനക്കും അറിയാലോ. നീ ഒരു തീരുമാനം എടുക്കുമ്പോ അതൊക്കെ കൂടി ഓർത്തിട്ട് വേണം എടുക്കാൻ. നിന്റെ ഒരാളുടെ തീരുമാനത്തിന്റെ പുറത്താ ഇപ്പൊ എല്ലാവരുടെയും സന്തോഷം ഇരിക്കുന്നത്. നീ ആയിട്ട് അത് ഇല്ലാതാക്കണോ എന്ന് നീ തന്നെ ആലോചിക്കേ. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അവര് നമുക്ക് ചെയ്തു തന്ന സഹായമൊക്കെ മോൾക്കും അറിയാവുന്നതല്ലേ. നിന്റെ പപ്പ ഇന്ന് ഇവിടെ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് പോലും അവര് കാരണമാ. അതൊന്നും നമ്മൾ മറക്കരുത് മോളെ. നിന്റെ പപ്പയും അമ്മയും മറ്റാരേക്കാളും ഇതിലേക്ക് സന്തോഷിച്ചിരിക്കുക. പപ്പയുടെ കാര്യം നിനക്കും അറിയാലോ. മനസ്സിന് സങ്കടം ഉണ്ടാകുന്ന എന്തേലും കാര്യം ഉണ്ടായാ പിന്നീട് സംഭവിക്കുന്ന എന്താന്ന് ഡോക്ടർ പറഞ്ഞത് നിനക്കും അറിയാലോ. നിന്റെ ഒരാളുടെ തീരുമാനത്തിന്റെ പുറത്താ ഇപ്പൊ എല്ലാവരുടെയും സന്തോഷം ഇരിക്കുന്നത്. നീ ആയിട്ട് അത് ഇല്ലാതാക്കണോ എന്ന് നീ തന്നെ ആലോചിക്കേ. നിന്നെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഏഞ്ചലെ. അതിന്റെ 100 ഇരട്ടിയായി നീ ഇനി സന്തോഷിക്കും. നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും. മോളെ, നീ എന്താ ഇതുവരെ നിന്റെ തീരുമാനം പറയാത്തത്? നിന്റെ നല്ലതിനു വേണ്ടി മാത്രമല്ലേ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടല്ലേ പപ്പയും അമ്മയും നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞങ്ങൾ എന്തുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലാവണമെങ്കിൽ നാളെ നീ ഞങ്ങളുടെ ഈ സ്ഥാനത്ത് വരണം. അപ്പൊ നിനക്ക് മനസ്സിലാവും പപ്പയുടെ അമ്മയുടെയും സങ്കടം. അമ്മ, എനിക്ക് സമ്മതമാണ്. മോളെ, നീ ശരിക്കും പറയുവാണോ? എനിക്ക് മാരേജിന്റെ സമ്മതമാണെന്ന് നിങ്ങൾ അവരെ വിളിച്ചറിയിച്ചോ? ലൂയിച്ച മോള് പറയുന്നത് കേട്ടോ? അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണെന്ന്. ദിവസങ്ങൾ കടന്നുപോയി. കല്യാണത്തിന് സമ്മതമാണെന്ന് ലൂയിസും ടെസിയും സാമിന്റെ വീട്ടിൽ അറിയിക്കുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും കല്യാണത്തിന്റെ ഒരുക്കങ്ങളും നടന്നു പോന്നു. ഇതിനിടയിൽ ഡോക്ടർ ഷെറിൻ നീനയുടെ മറുപടിക്കായി പലതവണ നീനയെ വിളിച്ചെങ്കിലും നീന കോൾ എടുക്കാതെയാവുന്നു. അങ്ങനെയൊരിക്കൽ സാമിൽ നിന്നും ഡോക്ടർ ഷെറിൻ സാമും നീനയും തമ്മിലുള്ള വിവാഹകാര്യം അറിയുന്നു. കല്യാണത്തിന് ഇനി 2 ദിവസം മാത്രം ബാക്കി. ഇതുവരെ നമ്മുടെ സാമും നീനയും തമ്മിൽ പരസ്പരം കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എന്താടാ നിനക്ക് എന്നെ ഇത്ര അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? സാം, ഈ കല്യാണത്തിൽ നിന്ന് നീ പിന്മാറണം. വാട്ട്? നിനക്കിതെന്താ പറ്റിയേ? ഏഞ്ചലീന, അവളെ നിന്നേലും മുൻപ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ ഞാൻ. അവൾക്കും എന്നെ ഇഷ്ടവാ. എല്ലാരും കൂടി അവളെ നിർബന്ധിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചെടുത്തതാ. ഷെറിൻ, മതി, നിർത്തിക്കോ നിന്റെ തമാശ. ഐ ആം നോട്ട് ജോക്കിംഗ് സാം. വി ആർ ഇൻ എ റിലേഷൻഷിപ്പ്. നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഏഞ്ചലീന ഇപ്പോ എന്റെ കോള് പോലും അറ്റൻഡ് ചെയ്യാൻ മടിക്കുന്നത്. സ്റ്റോപ്പ് ഇറ്റ് ഷെറിൻ, ഇറ്റ്സ് ഇനഫ്. നീ ചെല്ല്. ഞാൻ പോകാം സാം, ബട്ട് അവൾ എന്റെയാ. അവളെ എനിക്ക് വേണം. നീ ഒരു തടസ്സമായി ഇതിന്റെ ഇടക്ക് വരരുത്. വന്നാ
അത് ചിലപ്പോ എനിക്ക് ബുദ്ധിമുട്ടായേക്കും. യു നോക്ക്, ആരായി വിളിക്കുന്നതെന്ന് നോക്ക് നീ. ഡോക്ടർ, ഐ എം സോറി. ഞാൻ ഇത്രയും ദിവസം ഡോക്ടറിന്റെ കോൾ എടുക്കാതിരുന്നത് എനിക്ക് ഡോക്ടറിനോട് എന്താ പറയേണ്ടതെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു. ഡോക്ടർ അറിഞ്ഞു കാണുമല്ലോ, എന്റെ വിവാഹമാണ് 2 ദിവസം കഴിഞ്ഞ, അതും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളുമായി. എനിക്കിനി ഇതില് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഐ എം സോറി ഡോക്ടർ. ഡോക്ടർക്ക് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ ദൈവം എവിടെയും കണ്ടുവച്ചിട്ടുണ്ടാവും. ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ? നീയുമായിട്ടൊരു ജീവിതം അവൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ നീ? അവളെ എനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക് നീ. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. ഇനി അവള് ജീവിക്കുമെങ്കിൽ അത് ഈ സാമിന്റെ കൂടെ മാത്രമായിരിക്കും. എന്നെ ഒരു മണ്ടനാക്കുമായിരുന്നല്ലേ നീയും അവളും ചേർന്ന്. ഈ സാം ആരാണെന്ന് അവൾക്ക് ഞാൻ അറിയിച്ചു കൊടുക്കാം. സാം, നിനക്ക് അവളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ ഒരു അവകാശവും ഇല്ല. അവൾ എന്റെയാ, എന്റേത് മാത്രം. അതിന് സാം മരിക്കണം. ഐ എം റിയലി സോറി ഏഞ്ചലീന. നിന്നെ നേടാൻ എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. ആർക്കും വിട്ട് കൊടുക്കില്ല നിന്നെ ഞാൻ. ഞാൻ വെറും ഒരു പൊട്ടനാണെന്നാണോ അവള് വിചാരിച്ചേ? എന്നെ പറ്റിച്ച് ജീവിക്കാമെന്ന് കരുതി കാണും രണ്ടും. ഈ സാമിനെ ചതിക്കണമെങ്കിൽ നീ ഇനി പല ജന്മം ജനിക്കേണ്ടി വരൂ ഏഞ്ചലീന. എന്നെ മണ്ടനാക്കാൻ നോക്കിയ നിനക്ക് ഒരു 1.5 ഗിഫ്റ്റ് തന്നെ ഞാൻ തരുന്നുണ്ട്. ഡാ സാമേ, നീ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? നിന്നെ ദേ അവിടെ എല്ലാവരും തിരക്കുന്നു. നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ വന്നേക്കാം. ഡാ, നീ ഓക്കെ അല്ലേ? എന്താ നിന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉള്ളത് പോലെ? ഒന്നുമില്ല ഡാനി, നിന്നോട് അങ്ങോട്ട് ചെല്ലാനല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, നീ അങ്ങോട്ട് വന്നേക്ക്. മോനെ, എന്റെ മോൾ ഇന്നേ വരെ സന്തോഷം എന്താന്ന് അറിഞ്ഞിട്ടില്ല. അവളെ നീ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. എന്താ ടെസി ഇത്? ഏഞ്ചൽ മോളിനി ഞങ്ങളുടെ സ്വന്തം മോളാ. അവളെ ഞങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. നിങ്ങൾക്കത് ഞാൻ തരുന്ന ഉറപ്പാ. അപ്പ, മരുന്നൊക്കെ കൃത്യസമയത്ത് എടുത്ത് കഴിച്ചോണം കേട്ടല്ലോ. വെറുതെ എന്റെ അമ്മയെ ഇട്ട് കഷ്ടപ്പെടുത്തിയേക്കരുത്. എന്റെ മോള് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടാ മാത്രം മതി ഈ പപ്പയ്ക്ക്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ.
മോനെ ഞങ്ങൾ ചെല്ലട്ടെ. ഉം. ലീനെ, നീ എന്താ ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ലടി, ഞാൻ എന്റെ ലൈഫിനെ പറ്റിയൊക്കെ ഓർക്കുമായിരുന്നു. ഇത് എങ്ങോട്ടാടി റേച്ചലേ എന്റെ ഈ ലൈഫ് പോകുന്നത്? ഇത് എന്തൊക്കെയാ എന്റെ ലൈഫിൽ സംഭവിക്കുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കിനി ഈ പുതിയ ലൈഫുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമെന്ന്? ലീനെ, നീ പൊരുത്തപ്പെട്ട് പോയാലേ ഇനി പറ്റൂ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലടാ. സാമിനിപ്പോ നിന്നെ വലിയ കാര്യവാ. അയാളെ എനിക്കറിയാത്തതൊന്നും അല്ലല്ലോടാ. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? ലീനെ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോടാ? ഞാനും കൂടി സപ്പോർട്ട് ചെയ്തോണ്ടാണല്ലോ ഈ മാരേജിന് അങ്കിളും ആന്റിയും സമ്മതിച്ചത്. നിനക്കതിന് എന്നോട് ദേഷ്യമുണ്ടോ? ഏയ്, എനിക്കിപ്പോ ഈ എന്നോട് മാത്രമേ ദേഷ്യമുള്ളടാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷിക്കരുതെന്നായിരിക്കും ദൈവം എന്റെ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആഹാ, മോൾ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നോ? സാമോൻ മോളെ അവിടെ ദേ അന്വേഷിക്കുന്നുണ്ട്. മോള് റൂമിലോട്ട് ചെല്ല്. എന്റെ വിവാഹമാണ് 2 ദിവസം കഴിഞ്ഞ. അതും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളുമായി. അവൾക്കും എന്നെ ഇഷ്ടമാ. എല്ലാരും കൂടി അവളെ നിർബന്ധിച്ച് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചെടുത്തതാ. ആ വാടോ, കുറെ നേരായി ഞാൻ തന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്താടോ താനൊന്നും മിണ്ടാതെ ഇരിക്കുന്നേ? നാണം കൊണ്ടാണോ? എന്തിനു വേണ്ടിട്ടാ നിങ്ങളുടെ ഈ അഭിനയം? എന്തിനാ എന്റെ ജീവിതം വെച്ച് നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നത്? താനെന്താടോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ കാണുന്നതൊക്കെ എനിക്ക് എന്റെ അഭിനയമായിട്ടാണോ തോന്നിയത്? എടോ, താൻ കഴിഞ്ഞതൊക്കെ ഒന്ന് മറക്കടോ. താനിപ്പോ ആ പഴയ ഏഞ്ചലിനെ അല്ല. നൗ യു ആർ മൈ വൈഫ്. സോ എനിക്ക് തന്നോടിപ്പോ ഒരു ദേഷ്യവും ഇല്ല. ഞാൻ പറയുന്നതൊക്കെ താൻ കേൾക്കുന്നുണ്ടോ? ഒട്ടുപോകരുതെന്നെ. എന്താ നിങ്ങൾ എന്നെ പറ്റി വിചാരിച്ചേ? നിങ്ങളുടെ പണവും ഈ അഭിനയവും ഒക്കെ കണ്ട് എല്ലാം മറന്ന് ഞാൻ നിങ്ങളുടെ ആഗ്രഹത്തിന് വഴങ്ങുവന്നോ? ഇത് ഏഞ്ചലിനെയാ. നിങ്ങളുടെ ഒരഭിനയവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. എടോ പ്ലീസ്, താൻ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഐ റിയലി ലവ് യു. പ്ലീസ് ഏഞ്ചലീന, നമ്മൾ ഇന്ന് ഇവിടുന്ന് ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുകയാ. തന്നെ ഞാൻ എങ്ങനെയാ ഒന്ന് മനസ്സിലാക്കി തരുന്നേ? ഓക്കെ, ഞാൻ തന്നെ ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ വരില്ല. തനിക്ക് ഞാൻ ഈ കാണിക്കുന്നതൊന്നും എന്റെ അഭിനയമല്ലെന്ന് തോന്നിയാൽ മാത്രം തനിക്കെന്നെ തിരിച്ചു സ്നേഹിച്ചൂടെ? പ്ലീസ്, തന്നെ എനിക്ക് നഷ്ടമാക്കാൻ പറ്റില്ലടോ. എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. തന്റെ മനസ്സിൽ എന്നോട് ഒരു ചെറിയ ഇഷ്ടമെങ്കിലും ഉണ്ടാവുന്നത് വരെ ഞാൻ തന്നെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യില്ല. താൻ ചെന്ന് കിടന്നോ. ഗുഡ് നൈറ്റ്. ഈ സാമൈസക്കാരാണെന്ന് നീ ഇനി അറിയും. എന്നെ പറ്റിച്ച് അവന്റെ കൂടെ ജീവിക്കാവുന്ന ഓർത്തോ നീ? നീ കണ്ടോ നിനക്ക് ഞാൻ ഇനി തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന്?
മമ്മ, ഞാൻ ജോഗിങ്ങിന് പോയിട്ട് വരാം. മോൾ ഉറക്കമാണോടാ? വിളിക്കണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. എന്താ സ്നേഹം എന്റെ മോന്. അയാളെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അയ്യോ, സമയം ഇത്രയായോ? ആ, മോൾ എണീറ്റോ? വാ, ഇന്നാ ഈ ചായ കുടിക്കേ. മോള് വീട്ടിലോട്ട് വിളിച്ചായിരുന്നോ ഇന്ന്? ഇല്ല ആന്റി. ആന്റിയോ? ഞാൻ സാമോന്റെ മമ്മയാണ്. ഇനി മോളും എന്നെ അവൻ വിളിക്കുന്നത് പോലെ മമ്മ എന്ന് തന്നെ വേണം വിളിക്കാൻ, കേട്ടല്ലോ? ആ, പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഇനി മമ്മ പറഞ്ഞു തരാം. മോള് വേണം ഇനി അങ്ങോട്ട് അവനെ ഒന്ന് നന്നാക്കി എടുക്കാൻ. ആ, നീ വന്നോ? രണ്ടുപേരും എന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്തു പോയി കറങ്ങിയിട്ടൊക്കെ വാ. ഇപ്പൊ കറങ്ങിയടിച്ച് നടക്കുന്നതിന്റെ സുഖമൊന്നും കുറച്ചുനാള് കഴിഞ്ഞ് കിട്ടില്ല കേട്ടോ. മോളെന്നാ അങ്ങോട്ട് ചെല്ലേ. നിനക്ക് എന്താടാ പറഞ്ഞ മനസ്സിലാവില്ലേ? എനിക്കതിന് നിന്നോടല്ല സംസാരിക്കാനുള്ളത്. നീ ഫോൺ കൊണ്ടുപോയി ഏഞ്ചലിനക്ക് കൊടുക്ക്. യു നിങ്ങൾ എന്തിനാ എനിക്ക് വന്ന കോൾ അറ്റൻഡ് ചെയ്തത്? അതെന്താടോ അങ്ങനെ താൻ പറഞ്ഞേ? താനിപ്പോ എന്റെ വൈഫാണ്. തന്റെ ഫോൺ മാത്രമല്ല, തനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം ഇപ്പൊ എനിക്കും കൂടി സ്വന്തമാ. അത് നിങ്ങളങ്ങ് സ്വയം തീരുമാനിച്ചാ മതിയോ? പിന്നെ വേറെ ആരാ തീരുമാനിക്കണ്ടേ? ലുക്ക് മിസ്റ്റർ, എനിക്കിതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ എനിക്കിഷ്ടപ്പെടുന്നുണ്ട്. തന്നോട് ഞാൻ അവസാനമായി പറയുക, ഇങ്ങനെ എന്റെ അടുത്തേക്ക് വരരുത്. തന്നോട് ഞാനും പറയുക, തന്റെ ഇത്രയും അടുത്ത് ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് തന്റെ ഭർത്താവായ ഈ ഞാൻ മാത്രമായിരിക്കും. ചെല്ല്, ചെന്ന് നിന്റെ മറ്റവനോട് സംസാരിക്കുന്നേ. ഇനി അധികം നാള് സംസാരിക്കാൻ ഉണ്ടാവില്ല അവൻ. ഹലോ, എന്താ ഡോക്ടറെ? ഏഞ്ചലീന, തനിക്ക് അവിടെ സുഖമല്ലേ? അല്ല, ഡോക്ടർ എന്തായിരുന്നു ഇപ്പൊ വിളിച്ചത്? തന്നെ തന്റെ മാരേജിനൊന്നും വിഷ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയില്ലായിരുന്നല്ലോ. എന്നാ പിന്നെ ഇപ്പൊ വിളിച്ച് വിഷ് ചെയ്തേക്കാന്നോർത്തു. എനിവേ, ബിലേറ്റഡ് ഹാപ്പി മാരീഡ് ലൈഫ് വിഷസ്. താങ്ക് യു. എന്തൊരവസ്ഥയല്ലേ എന്റേത്. ആദ്യമായി സ്നേഹിച്ച പെണ്ണിനെ വിളിച്ച് വിവാഹാശംസകൾ കൊടുക്കുന്നു, അതും മാരേജ് കഴിഞ്ഞതിന്റെ നെക്സ്റ്റ് ഡേ. ഡോക്ടർ, എനിക്കറിയാടോ, ഐ നോ എവറിത്തിങ്. തന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. എല്ലാം തീരുമാനിക്കുന്നത് മുകളിലിരിക്കുന്ന ആളല്ലേ ഡോക്ടറെ? നമ്മളൊന്ന് ആഗ്രഹിക്കും, വേറൊന്നും നമുക്ക് കിട്ടും. സാമിന്റേത് ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അഡ്ജസ്റ്റ് ആയി വരാൻ തനിക്ക് ചിലപ്പോ ടൈം എടുത്തുന്നിരിക്കും. ഓക്കേടോ, പറ്റിയാൽ നമുക്കിനി എപ്പോഴെങ്കിലും ഒക്കെ കാണാം. ബട്ട് താൻ എന്നെ ഇനി ഇതിന്റെ പേരിൽ ഒരു സ്ട്രേഞ്ചറായി കാണരുത്. എനിക്കത് ചിലപ്പോ
സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കേടോ, ബൈ. അവൻ ഫോൺ വെച്ചപ്പോ നിനക്ക് ഇത്രയും സങ്കടമായെങ്കിൽ അവൻ ചാവുന്നത് നീ എങ്ങനെ താങ്ങും? സാമേ, നീ മോളെയും കൂട്ടി ഒന്നിങ്ങോട്ട് വന്നേടാ. ആ, ഇന്ന് ഈവനിങ് നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന് മാത്രമായി ഒരു പാർട്ടി വെച്ചിട്ടുള്ള കാര്യം രണ്ടുപേരും മറന്നിട്ടില്ലല്ലോ. കൃത്യം 6 മണിക്ക് പാർട്ടി സ്റ്റാർട്ട് ചെയ്യും. രണ്ടുപേർക്കും അതിനുള്ളില് എവിടെയെങ്കിലും പോകുകയോ ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ 6 മണിക്ക് മുന്നേ തന്നെ ആയിക്കോണം. സാമേ, നിനക്കറിയാലോ ഈ പാർട്ടിയുടെ സീരിയസ്നെസ്. യെസ് മമ്മ. ആ, പിന്നെ മോൾക്കുള്ള ഡ്രസ്സൊക്കെ മമ്മ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്റെ മോളെ കണ്ട് ഇന്ന് എല്ലാവരും അസൂയപ്പെടണം. മമ്മ, അപ്പയും അമ്മയും വരുന്ന കാര്യം അതൊന്നും ഓർത്ത് മോള് ടെൻഷൻ ആവണ്ട. അതെല്ലാം ഈ മമ്മ ശരിയാക്കിയിട്ടുണ്ട്. മോള് ചെല്ല്. ഇതുവരെ കഴിഞ്ഞില്ലേ അവളുടെ ഒരുക്കം? നിങ്ങളോ? എന്താ? റെഡിയായി കഴിഞ്ഞോ താൻ? കഴിഞ്ഞെങ്കിൽ നമ്മൾ ഒരുമിച്ച് വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ. ഞാൻ റെഡിയായി. എടോ, ഒരു മിനിറ്റ്. ഇന്നീ പാർട്ടിയിൽ വരുന്നത് ഞങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് താൻ എന്നോട് ഇഷ്ടമില്ലാത്തതുപോലെ ബിഹേവ് ചെയ്യരുത് പ്ലീസ്. ഇത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. സോ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാവുന്നതാണ്. ഫുഡ് കോർട്ട് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പ്ലീസ് എൻജോയ് ദിസ് ഈവനിങ്. എന്താ നിങ്ങളെ കാണിക്കുന്നത്? എടോ പ്ലീസ്, ഞാൻ തന്നോട് പറഞ്ഞത് താൻ മറന്നോ? എല്ലാവരും നമ്മളെയാ ശ്രദ്ധിക്കുന്നത്. പ്ലീസ് താനൊന്ന് അഡ്ജസ്റ്റ് ചെയ്. Congrats both of you. ഓ, താങ്ക് യു. താങ്ക്സ് ഡാ. നീ കഴിച്ചല്ലോ അല്ലേ? ഇല്ല, നീ കഴിച്ചിട്ടേ പോകാവൂ. Angelina, a small gift for you. ഓ, താങ്ക്സ്. അല്ല, എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലേടാ. നിനക്കുള്ള ഗിഫ്റ്റ് ഒക്കെ ഞാൻ തരുന്നുണ്ട്. പക്ഷേ അതിനി കുറച്ചു സമയം നീ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓ, അത്രയ്ക്ക് സ്പെഷ്യൽ ആണോ നിന്റെ ഗിഫ്റ്റ്? അല്ലാതെ പിന്നെ വരുമ്പോ ഒരു 1.5 ഗിഫ്റ്റ് തന്നെ തരണ്ടേടാ. എനിവേ, ഞാൻ വെയിറ്റ് ചെയ്തോളാം നിന്റെ ആ 1.5 ഗിഫ്റ്റിന് വേണ്ടി.
ഏഞ്ചലീന, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെടോ. ഉം. ഡാ സാമേ, നീ ഒന്നിങ്ങ് വന്നേ. എന്താ ഡാനി? എടാ, എന്തൊക്കെയാ ഇവിടെ ഈ നടക്കുന്നേ? നീ എന്താ എന്നോടൊന്നും പറയാണ്ടിരുന്നേ? നീ എന്തിനെ പറ്റിയാ ഡാനി പറയുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ഷെറിന്റെ കാര്യവാ. എന്താ, ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? നീ അതൊക്കെ എങ്ങനെ അറിഞ്ഞു? അവൻ അതേപ്പറ്റി വേറെ ഒരാളോട് പറയുന്നത് ഞാൻ കേട്ടു. ആരോട്? അത് എൽസയോട്. അവൻ എന്തിനാ അതേപ്പറ്റിയൊക്കെ എൽസയോട് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സാമേ. അല്ല, നിന്നോട് ഇതേപ്പറ്റി ഏഞ്ചലീന എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവള് പറയാനോ? നിനക്ക് എന്താടാ വട്ടുണ്ടോ? ആരെങ്കിലും സ്വന്തം രഹസ്യബന്ധത്തെ പറ്റി ഭർത്താവിനോട് പറയുവോടാ? സാർ ഒന്നും അറിയാതെയാ സാറ് ലീനയെ പറ്റി പറയുന്നത്. സാം കരുതി വെച്ചിരിക്കുന്ന പോലെ അല്ല കാര്യങ്ങളൊക്കെ. ലീനയ്ക്ക് അയാളോട് അങ്ങനെ ഒന്നുമില്ല. അന്ന് ഞങ്ങളെല്ലാരും കൂടി നിങ്ങളുടെ മാരേജ് പ്രപ്പോസലുമായിട്ട് ലീനയുടെ വീട്ടിൽ ചെന്നപ്പോ അവൾ അവിടെ ഇല്ലായിരുന്നു. അവളുടെ പപ്പയൊക്കെ പറഞ്ഞാ ഞങ്ങൾ അറിഞ്ഞേ അവള് ഷെറിൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയിരിക്കുവാണെന്ന്. ശരിക്കും പറഞ്ഞ അന്നാണ് ഷെറിന് അവളെ ഇഷ്ടമാണെന്നും അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ അവളോട് പറയുന്നത്. പക്ഷേ ഡോക്ടർ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞെങ്കിലും അവൾക്ക് തിരിച്ച് അയാളോട് അങ്ങനെ ഒരു തരത്തിലുള്ള ഇഷ്ടം ഉണ്ടായിട്ടില്ല. അവൾക്ക് അയാളോടൊന്നല്ല, ആരോടും അവൾക്ക് ഇതുവരെ ഒരു ലവ് അഫെയർ ഉണ്ടായിട്ടില്ല. ബിക്കോസ് അവൾ അവളുടെ ലൈഫില് അതിനൊന്നും ആയിരുന്നില്ല ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അന്ന് ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞ് അവൾ വീട്ടിൽ വന്നപ്പോഴാ നിങ്ങൾ അവളെ കണ്ടതും ഈ മാരേജ് പ്രപ്പോസലിന്റെ കാര്യം അവൾ അറിയുന്നതുമല്ല. സാം വിചാരിക്കുന്നത് പോലെ അവൾക്ക് ഷെറിനുമായി ഒരു തെറ്റായ ബന്ധവും ഇല്ല. ഓ, അപ്പോ അവൻ എന്നോട് പറഞ്ഞതും എനിക്ക് കാണിച്ചു തന്നതും ഒക്കെ? സാമേ, അവനൊരുത്തൻ പറയുന്നത് മാത്രം കേട്ടിട്ടാണോ നീ ഏഞ്ചലിനെ ഇങ്ങനെ സംശയിച്ചത്? അല്ലെങ്കിൽ അത്രമാത്രം അവനെന്താ നിന്നോട് പറഞ്ഞത് അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, അല്ലേ? ഒരു തവണയെങ്കിലും നിനക്ക് ഇതേപ്പറ്റി ഒന്ന് ഏഞ്ചലീനയോട് ചോദിക്കാൻ തോന്നിയോ? സാർ, അവൾ അറിയാത്ത കാര്യമാ ഇതൊക്കെ. എല്ലാം അയാളൊരുത്തൻ ചെയ്തു കൂട്ടിയതാ. സാറിനറിയോ, അയാൾക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ അറിയും മുൻപ് തന്നെ മനസ്സിലാക്കിയവളാ ഈ ഞാൻ. താനീ പറയുന്നതൊക്കെ സത്യമാണ് സാർ. എല്ലാം ഞാൻ പറയാം. അത് കേട്ട് കഴിഞ്ഞ് സാറ് തീരുമാനിക്ക് ബാക്കിയൊക്കെ.